ഹലോ ഗായ്സ്, കഴിഞ്ഞ കുറച്ച് വ്ളോഗ്സ് ആയിട്ട് നിങ്ങൾ കണ്ടുകൊണ്ടിരുന്നത് ഞാൻ ക്രിസ്മസ് റീത്ത് പ്രിപ്പയർ ചെയ്യുന്നതും പിന്നെ ഷോപ്പിങ്ങിന് പോകുന്നതും ഒക്കെയാണ്. സോ ഈ ഒരു വ്ളോഗ് നമ്മൾ അതെല്ലാം ഒന്ന് സെറ്റ് ചെയ്യാൻ പോവാണ്. സോ ക്രിസ്മസ് ഒക്കെ അടുത്ത് വന്നു, കുറച്ച് ലേറ്റാണ് എങ്കിലും ഇതെല്ലാം ഒന്ന് സെറ്റാക്കുന്നതാണ് നിങ്ങൾ ഇന്നത്തെ വ്ളോഗിൽ കാണാൻ പോകുന്നത്. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഷോപ്പിങ്ങിന് പോയപ്പോൾ ഒരു ക്രിസ്മസ് ട്രീ വാങ്ങിയിരുന്നു. അപ്പോൾ അതിന് റിലേറ്റഡ് ആയിട്ടുള്ള ബോൾസും ബെൽസും എല്ലാം ഞാൻ വാങ്ങി. സോ ക്രിസ്മസ് ട്രീ സെറ്റ് ചെയ്യാൻ പോവാണ്. വളരെ ചെറിയൊരു ക്രിസ്മസ് ട്രീ ആണ് ഞാൻ പർച്ചേസ് ചെയ്തത്. നമ്മളുടെ ടേബിളിലൊക്കെ വെക്കാവുന്ന ചെറുത്, ഇതിലും ചെറുത് അവിടെ ഉണ്ടായിരുന്നു. ബട്ട് ഞാൻ നോക്കിയപ്പോൾ എൻ്റെ ആ ടേബിളിൽ സെറ്റ് ചെയ്യാൻ വേണ്ടി ഈ ഒരു ക്രിസ്മസ് ട്രീ ആയിരിക്കും ബെറ്റർ. സോ ഞാനിത് വാങ്ങി. കുറച്ചുകൂടി ചെറുത് സെറ്റാക്കിയതുണ്ടായിരുന്നു, അതായത് ഈ ബോൾസൊക്കെ വെച്ചത്. അത് നിങ്ങൾ കഴിഞ്ഞ വ്ലോഗ് കണ്ടാൽ മനസ്സിലാകും. സോ അതിലും നല്ലത് ഇത് വാങ്ങിയിട്ട് വെക്കുന്നതാണെന്ന് എനിക്ക് തോന്നി. അതുകൊണ്ട് ഞാനിത് വാങ്ങി. അങ്ങനെ ഞാൻ ഇപ്പോൾ ക്രിസ്മസ് സ്റ്റാർ, ട്രീയെ ഡെക്കറേറ്റ് ചെയ്യാനുള്ള ഐറ്റംസ് എല്ലാം ഞാൻ ടേബിളിൽ വെച്ചിട്ടുണ്ട്. അതെല്ലാം ഞാൻ ഒന്ന് കവർ എടുക്കുകയാണ്. എൻ്റെ ഇപ്രാവശ്യത്തെ ക്രിസ്മസ് പ്രിപ്പറേഷൻസ് വളരെ ലേറ്റാണ്. അതെന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. ബട്ട് ഞാൻ ഇപ്രാവശ്യം ചെയ്തതെല്ലാം ഒരു ഡിസംബർ ഈ ക്രിസ്മസിന് 10 days ഒക്കെ മുമ്പായിട്ടാണ്. സാധാരണ ആൾക്കാർ ഡിസംബർ 1st വീക്കൊക്കെ എല്ലാം കംപ്ലീറ്റ് ചെയ്യും. ബട്ട് എനിക്കത് പറ്റിയില്ല. ഞാൻ എൻ്റെ യൂട്യൂബ് ചാനൽ തന്നെ സ്റ്റാർട്ട് ചെയ്തത് ഡിസംബർ 1st വീക്കിലാണ്. ആൻഡ് ഇപ്പോഴാണ് ക്രിസ്മസ് ഡെക്കറേഷൻസ് ഒക്കെ ചെയ്യുന്നത്. എനിക്ക് കുറച്ചുകൂടി ഹാൻഡ് മെയ്ഡ് ഐറ്റംസ് ക്രാഫ്റ്റ് ചെയ്യണമെന്നൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു ക്രിസ്മസ് റിലേറ്റഡ്. ബട്ട് അതൊന്നും ഇപ്രാവശ്യം സാധിച്ചില്ല. എന്തായാലും അടുത്ത തവണ എനിക്കിതിലും ബെറ്ററായി ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. സോ നടക്കുമായിരിക്കും. ആൻഡ് ഇതാണ് എൻ്റെ ഓവറോൾ. ഞാൻ എല്ലാം കവറൊക്കെ മാറ്റി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഞാൻ അതെല്ലാം ട്രീയിൽ സെറ്റ് ചെയ്യാൻ പോവാണ്. ആദ്യം ഞാൻ ക്രിസ്മസ് ട്രീ വാങ്ങിയിട്ട് ഈ ബോൾസും കാര്യങ്ങളൊക്കെ വാങ്ങിയപ്പോൾ ഞാൻ വിചാരിച്ചു ഇതെല്ലാം കുറച്ചേ ഉള്ളൂ, അപ്പോൾ കുറച്ചുകൂടി വാങ്ങേണ്ടി വരും എന്നൊരു തോട്ട് എനിക്കുണ്ടായിരുന്നു. ബട്ട് സെറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് എല്ലാ ഐറ്റംസും കംപ്ലീറ്റ് ആയിട്ട് ട്രീയിൽ യൂസ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. സോ ഇതെല്ലാം ആവശ്യത്തിനുള്ള സാധനങ്ങളേ ഉള്ളായിരുന്നു. ആൻഡ് എക്സ്ട്രാ ഒന്നുമില്ല. ആൻഡ് ഇതാണ് എൻ്റെ ക്രിസ്മസ് ട്രീയുടെ ഒരു ഫൈനൽ ലുക്ക്. ഇനി ഞാൻ ഈ വാങ്ങിയ മെറി ക്രിസ്മസ് എന്ന ഈ ബോർഡ്, ഇതിൻ്റെ ലെറ്റേഴ്സിൻ്റെ അകത്ത് കുറച്ച് നമുക്ക് കട്ട് ചെയ്തെടുക്കാറുണ്ട്. സോ അതെല്ലാം ഞാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതെല്ലാം ഡെക്കറേറ്റ് ചെയ്യുമ്പോൾ എനിക്ക് ഹാൻഡ് മെയ്ഡ് ആക്കണമെന്നൊക്കെ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു. ആൻഡ് ഇപ്രാവശ്യം ചെയ്യാമെന്നും വിചാരിച്ചു. ബട്ട് അത് ഇപ്രാവശ്യം പറ്റിയില്ല. അതുകൊണ്ട് നമ്മളത് വാങ്ങി അത് സെറ്റ് ചെയ്യുവാണ്. ആൻഡ് ഈ മെറി ക്രിസ്മസ് ഞാൻ പ്രിപ്പയർ ചെയ്ത റീത്തിൽ സെറ്റ് ചെയ്യാൻ പോവാണ്. സോ അത് ഞാൻ റീത്തിൽ സ്റ്റിക്ക് ചെയ്യാൻ പോവാണ്. ആൻഡ് ഈ ഗാർലൻഡ് ഞാൻ ട്രീയുടെ താഴെ ഇങ്ങനെ ചുറ്റി വെക്കുന്നുണ്ട്. ആൻഡ് ആദ്യം എനിക്കത് ബോറായിട്ട് തോന്നി, പിന്നെ ലൈറ്റൊക്കെ ഇട്ടപ്പോൾ കുഴപ്പമില്ലാന്ന് തോന്നി. അതുകൊണ്ട് ഞാൻ അവിടെ തന്നെ വെച്ചിട്ടുണ്ട്. ആൻഡ് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക, അത് അവിടെ വെക്കുന്നത് നല്ലതാണോ എന്നൊക്കെ. അങ്ങനെ ഞാൻ ഈ മെറി ക്രിസ്മസ് കണ്ടപ്പോൾ അതെവിടെ സെറ്റ് ചെയ്യും, എവിടെ സ്റ്റിക്ക് ചെയ്യുന്നൊരു തോട്ട് എനിക്കുണ്ടായിരുന്നു. ഞാൻ ഇങ്ങനെ ആലോചിച്ച് അതെവിടെ സ്റ്റിക്ക് ചെയ്യും. ബട്ട് എനിക്കതൊരു ഐഡിയ കിട്ടിയില്ല. ആൻഡ് ലാസ്റ്റ് ഞാൻ റീത്ത് കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചിരുന്നാൽ പിന്നെ ഇതിൽ സ്റ്റിക്ക് ചെയ്തിട്ട് വെക്കുകയാണെങ്കിൽ എളുപ്പമാണല്ലോ. സോ അത് നല്ലൊരു ഭംഗിയായിട്ട് എനിക്ക് തോന്നി. അതുകൊണ്ട് ഞാൻ ക്രിസ്മസ് ട്രീയുടെ ടോപ്പിൽ റീത്തിൽ ഈ മെറി ക്രിസ്മസ് സ്റ്റിക്ക് ചെയ്ത് റീത്ത് അവിടെ സെറ്റ് ചെയ്തു, അവിടെ സ്റ്റിക്ക് ചെയ്തു. ആൻഡ് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട്, കണ്ടോ, നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടില്ല. ഇനി ഇത് ഞാൻ ലൈറ്റിങ് ചെയ്യാൻ പോവാണ്. സോ ലൈറ്റിങ് ചെയ്യുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടാണ് ഇതിൻ്റെ ഇടയ്ക്കൂടെയൊക്കെ വയേഴ്സൊക്കെ കൊണ്ടുവരാൻ വേണ്ടി. ആൻഡ് ഞാൻ ഈ സാധനം വാങ്ങിയത്, ഈ ലൈറ്റ്സ് വാങ്ങിയത് ആക്ച്വലി എനിക്ക് സ്നോഫ്ലേക്കിൻ്റെ ലൈറ്റ് വാങ്ങണമെന്നായിരുന്നു. ബട്ട് എനിക്കിതാണ് ഇപ്പോൾ കിട്ടിയത്. ഇത് ഞാൻ സ്വിഗ്ഗിയിൽ നിന്നാണ് വാങ്ങിയത്. ആൻഡ് ഞാൻ വിചാരിച്ച പോലെയൊക്കെ തന്നെ വന്നിട്ടുണ്ട് ക്രിസ്മസ് ട്രീ ഒക്കെ. കഴിഞ്ഞ ദിവസം ചാലേ മാർക്കറ്റിൽ പോയ വ്ളോഗ് നിങ്ങൾ കണ്ടാൽ മനസ്സിലാകും. അപ്പോൾ ആ ഷോപ്പിലൊക്കെ ഞാൻ ചോദിച്ചപ്പോൾ ഈ ലൈറ്റിന് വളരെ ഒരു വലിയ റേറ്റാണ് പറയുന്നത്. പക്ഷേ എനിക്ക് സ്വിഗ്ഗിയിൽ നിന്ന് വളരെ ചെറിയ റീസണബിൾ റേറ്റിൽ ഇത്രയും ലൈറ്റ് എനിക്ക് കിട്ടി. സോ അതെനിക്ക് ഭയങ്കര ലാഭമായിട്ട് തോന്നി. ആൻഡ് ഇതിനൊക്കെ പലയിടത്ത് പല റേറ്റ്സ് ആണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് തന്നെ കൺഫ്യൂഷനാണ് ഇത് ഏതാ ഇതിൻ്റെ ഒറിജിനൽ റേറ്റ് എന്നുള്ളത്. സോ ഞാൻ എല്ലാം ഭയങ്കര റിസർച്ച് ചെയ്തിട്ടാണ് ഞാൻ ഇതെല്ലാം പർച്ചേസ് ചെയ്യുന്നത്. ബിക്കോസ് ഇതെല്ലാം വൺ ടൈം യൂസിനാണ്. അടുത്ത പ്രാവശ്യം ഞാൻ ഇതൊന്നും യൂസ് ചെയ്യാൻ എനിക്ക് ഉറപ്പില്ല യൂസ് ചെയ്യുമെന്ന്. സോ ഞാൻ എല്ലാം റീസണബിൾ റേറ്റിൽ വാങ്ങും. അങ്ങനെ എൻ്റെ ക്രിസ്മസ് ട്രീ ഡെക്കറേഷൻ പരിപാടിയൊക്കെ ഇപ്രാവശ്യത്തെ കഴിഞ്ഞിട്ടുണ്ട്.
അത് കഴിഞ്ഞിട്ട് ഇന്ന് പ്രിപ്പയർ ചെയ്താണ് ഈ വട്ടയപ്പം. സോ അത് കഴിച്ചു. നിങ്ങളുടെ നാട്ടിലൊക്കെ എങ്ങനെയാണ്, വട്ടയപ്പം എന്നാണോ പറയുന്നത്? ഞങ്ങളുടെ ഇവിടെ വട്ടയപ്പം എന്നാണ് പറയാറ്, ആൻഡ് കിണ്ണനപ്പം എന്നൊക്കെ പറയാറുണ്ട്. സോ അതും കഴിച്ചു. അത് കഴിഞ്ഞ് പുറത്തോട്ടൊക്കെ ഇപ്പോൾ അതാ ഇന്ന് ഫുൾ മൂൺ ഡേ ആയിരുന്നു. സോ എല്ലാവർക്കും എൻ്റെ ഈ വ്ളോഗ് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. പ്ലീസ് ഡു സബ്സ്ക്രൈബ് ആൻഡ് ഡെക്കറേഷൻസ് എങ്ങനെ ഉണ്ടെന്ന് പറയുക. വിഷ് യു എ മെറി ക്രിസ്മസ്. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.